ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ പോരാട്ട പൈതൃകം ഏറ്റെടുക്കാൻ ആദ്യമായി ഒരുമിച്ച് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. ഇടപ്പള്ളി സമരത്തിന്റെ 75-ാം വാർഷികമായിരുന്നു ഇന്നലെ. സിപിഐഎമ്മും സിപിഐയും ഒരുമിച്ചാണത് ആചരിച്ചത്. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഒരേ വേദിയിലെത്തി. ചോരയാൽ ചരിത്രം കുറിച്ച ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ നാൾവഴികളിലേക്ക് നമുക്ക് വന്നു പോകാം. 1950 ഫെബ്രുവരി 28 KC മാത്യുവിന്റെ നേതൃത്വത്തിൽ 17-അംഗ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. ദേശീയ റെയിൽവേ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പിടിയിലായ 2 പാർട്ടി സഖാക്കളെ മോചിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. രാത്രിയുടെ മറവിൽ ഞൊടിയിടയിൽ കലാപകലുഷിതമായ ആക്രമണം. മാത്യു, വേലായുധൻ എന്നീ 2 പോലീസുകാർ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ഒളിവിൽ പോയെങ്കിലും KC മാത്യുവും MM ലോറൻസും KU ദാസുമെല്ലാം അധികം വൈകാതെ പിടിക്കപ്പെട്ടു. ആലുവ പോലീസ് സ്റ്റേഷനിലെ ക്രൂരമായ മർദ്ദനത്തിൽ KU ദാസ് കൊല്ലപ്പെട്ടു. മൃതദേഹം കുടുംബാംഗങ്ങളെ പോലും കാണിക്കാതെ പോലീസ് മറവ് ചെയ്തു. 75-ാം വാർഷികത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായ ഇടപ്പള്ളി സമരത്തിന്റെ പൈതൃകം ഏറ്റെടുക്കാൻ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒന്നിച്ചതും ചരിത്ര നിമിഷം. എറണാകുളം ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ CPIM CPI സംസ്ഥാന സെക്രട്ടറിമാർ ഒരേ വേദിയിലെത്തി. 75 വർഷത്തിനു മുമ്പ് കേരളത്തെ ത്രസിപ്പിച്ച ഏറ്റവും ഉജ്ജ്വലമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഐതിഹാസികമായ ഒരു ദിനാചരണ പരിപാടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. CPIയും രണ്ടും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ദിനാചരണ പരിപാടി എന്ന രീതിയിൽ ഇത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമം വന്ന് ഒരു ഭാഗത്തും പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള NK മാധവൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രക്രിയ എന്ന രീതിയിൽ മറുഭാഗത്തും അവതരിപ്പിക്കപ്പെട്ട ഈ പ്രശ്നം ഏതായാലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും ശക്തമത്തായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇത് മാറിയത്. ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് സായുധ വിപ്ലവമെന്നും മറുവശത്ത് ആക്രമണമെന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമ്പോഴും എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ സമാനതകളില്ലാത്ത പങ്കുവഹിച്ചു ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.